ജാഥയുടെ പിറകിൽ പോകുന്ന വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ടെമ്പോ വണ്ടികളിൽ കൊണ്ടുപോകുന്നത് വടിയാണ്, കല്ലാണ്. ഞാൻ ആരോപണം ഉന്നയിക്കാണ്. കേരളത്തിൽ ഈ പിണറായി വിജയന് പോയി പണിയെടുത്തു കൊടുക്കുന്ന പോലീസുകാരൻ അന്വേഷിക്കും, നോക്കാൻ പറ്റില്ലല്ലോ. ആ വണ്ടികളിൽ നിന്ന് വടികൾ വലിച്ചൂരിയാണ്. സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ, മറ്റ് ജനാധിപത്യ പ്രവർത്തകന്മാരെ നിങ്ങൾ തെരുവിൽ നേരിടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഒന്ന് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ ഈ പോലീസുകാരൻ മെനഞ്ഞാന്നത്തെ അടിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അടിക്കുമ്പോ പോലീസുകാരന്റെ അടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ലാത്തി പിടിച്ച് ഇങ്ങനെയാണ് അടിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ്. അതെവിടെയും നിങ്ങൾ കാണും. പോലീസുകാരന് കൊടുക്കുന്ന ട്രെയിനിങ് അങ്ങനെയാണ്. ഇങ്ങനെ അടിക്കുക. എന്താ കാര്യം? നമ്മുടെ ദേഹത്ത് കൊള്ളും, തൊടയിൽ കൊള്ളും, കാലിന് കൊള്ളും. ഒരു പോലീസുകാരനും ഒരു ട്രെയിനിങ്ങിന്റെ സമയത്തും ഇങ്ങനെ അടിക്കണമെന്ന് പഠിപ്പിക്കില്ല. ഒരിടത്തും അടിക്കില്ല. അങ്ങനെ അടിക്കുന്നവൻ കുറ്റവാളി മാത്രമല്ല, അവൻ ഭീകരനാണ്. വലിയ തരത്തിൽ അക്രമകാരിയാണ്, മനുഷ്യത്വമില്ലാത്തവനാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരിങ്ങനെയാണ് അടിക്കുന്നത്. നേരെ മുകളിൽ നിന്ന് താഴോട്ട് തലക്കടിച്ച് തല പൊട്ടിച്ചു. എന്നിട്ട് ആ ക്രിമിനൽ ഉണ്ടല്ലോ, ആ പോലീസുകാരൻ ക്രിമിനൽ ഉണ്ടല്ലോ, അവൻ ഇന്ന് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഇനിയും റോട്ടിലേക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. ഞാൻ വെല്ലുവിളിച്ചു പറയുന്നല്ല, ജനാധിപത്യത്തിന്റെ മര്യാദകളെ മറന്നിട്ട് പറയുന്നല്ല. പക്ഷെ ചെവിയിൽ നുള്ളി അവൻ കാത്തിരുന്നു. ആയുസോടെ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് പണി തന്നിരിക്കുമെന്ന് നീ ഓർത്തോ? ഇവിടെ നേരം ഇരുട്ടി വെരുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാലും നിന്റെ പിണറായി ഈ രാജ്യത്തിന്റെ മഹാരാജാവായിട്ടുണ്ടാകും എന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നേതാക്കന്മാരോടും പറയാറുണ്ട്, അന്ന് സംയമനത്തിന്റെ പേരൊന്നും പറഞ്ഞ് ഒരുത്തനും വരരുത്. ഇത്തരം ആളുകളെ, ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ, ഇത്തരം നെറികെട്ടവരെ കൈകാര്യം ചെയ്യേണ്ടത് ജനാധിപത്യത്തിന്റെ അന്തസ്സ് നിരക്കുന്നവനാണ്. അവൻ പോറ്റുന്നത്, അവന്റെ മക്കളെ പോറ്റുന്നത്, കുടുംബത്തെ പോറ്റുന്നത്, അവൻ അടികൊണ്ട് നിലത്ത് വീണ ആ യൂത്ത് കോൺഗ്രസുകാരന്റെ കുടുംബത്തിന്റെ നികുതി പണം കൊണ്ടാണ്. അവൻ ഓർമ്മയുണ്ടോ? അവന്റെ ഭാര്യയെ പോറ്റുന്നത്, അവന്റെ കുടുംബത്തെ പോറ്റുന്നത്, അവനിട്ട ഡ്രസ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിനകത്ത് പോലും ഈ നാട്ടിലെ നികുതി പണത്തിന്റെ വിഹിതമുണ്ട്. എന്നിട്ടാണ് അവൻ ഈ തെമ്മാടിക്കൂട്ടം, ഇത് പോലീസാണോ അതല്ല പോലീസ് നായ്ക്കളാണോ എന്ന് തിരിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇവരിലൊക്കെ ഉള്ളത്. ഇത്തരം അക്രമകാരികളെ വെറുതെ വിടാൻ പാടില്ല. എന്നിട്ട് അവൻ പറയാ, നിങ്ങള്